നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹിസ്ബുള്ളയെ തീർക്കാൻ കലികൊണ്ട് നിൽക്കുകയാണ് ഇറാൻ ഭരണകൂടം. ഹിസ്ബുള്ള ചതിച്ചു എന്നാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി പ്രഖ്യാപിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രയേലുമായുള്ള വെടിനിർത്തലിന് ഹിസ്ബുള്ള സമ്മതിച്ചതാണ് ഇറാനെ ചൊടിപ്പിക്കുന്നത്. യുദ്ധത്തിൽ നിന്ന് പിന്മാറരുതായിരുന്നു, അടിച്ചെങ്കിൽ അടിച്ചു തന്നെ തീരട്ടെ എന്ന് പറഞ്ഞ് നിൽക്കണമായിരുന്നു, നെഞ്ചും വിരിച്ച് നിൽക്കണമായിരുന്നു എന്നാണ് ടെഹ്റാന്റെ നിലപാട്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ ഇറാൻ ഇങ്ങനെ നെഞ്ചും വിരിച്ച് ഇസ്രയേലിന് മുൻപിൽ നിൽക്കാത്തത്? പകരം ഹമാസിനെയും ഹിസ്ബുള്ളകളെയും ഹൂതികളെയും ഒക്കെ ഇറക്കി നിഴൽ യുദ്ധമാണല്ലോ ഇറാൻ എല്ലാ കാലത്തും നടത്തുന്നത്. ഇറാൻ ഇപ്പോൾ പൊള്ളുന്നത് ഹിസ്ബുള്ളകൾ ഇസ്രയേലിന് അടിയറവ് പറഞ്ഞു, അത് വലിയ നാണക്കേടായി മാറിയിട്ടുണ്ട് എന്ന കാരണം പറഞ്ഞാണ്. സംഭവം അതല്ല. ഒരു കാലത്തും ഇറാൻ ഇസ്രയേലിന് നേരെ നിന്ന് യുദ്ധം ചെയ്യാൻ തയ്യാറാകില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനൊട്ട് കഴിയുകയുമില്ല. കാരണം ഇറാനിൽ വലിയ തരത്തിലുള്ള ആഭ്യന്തര കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, സ്ത്രീകൾ തെരുവിലിറങ്ങി ഇപ്പോഴും പ്രതിഷേധത്തിലാണ്. മറ്റൊന്ന്, ഖമനേയിക്ക് എന്ത് സംഭവിച്ചു എന്നതിൽ വ്യക്തതയില്ല. ഖമനേയി ഇനിയിപ്പോൾ മരിച്ചെങ്കിൽ അതുപോലും തുറന്നു പറയാൻ ഇറാൻ ഭരണകൂടം തയ്യാറായിട്ടില്ല. പകരം മകനെ ആയത്തുള്ളയാക്കി രഹസ്യ നീക്കത്തിലൂടെ അതിൻ്റെ ചടങ്ങുകൾ നടത്തിയെന്നാണ് ഇറാൻ ഇന്റർനാഷണലിലെ റിപ്പോർട്ട്. അതുകൊണ്ടൊക്കെ ഇപ്പോൾ ഒന്ന് പത്തി മടക്കിയിരിക്കുകയാണ് ഇറാൻ. പകരം ഇസ്രയേലിനെ അടിക്കാൻ കയ്യിലുള്ള വജ്രായുധങ്ങൾ ഹൂതി, ഹമാസ്, ഹിസ്ബുള്ള, ഈ ട്രിപ്പിൾ എച്ച് ആണ്. എന്നാൽ ഗാസയിൽ ഹമാസിന്റെ അവസ്ഥ പരിതാപകരമാണ്. ഇസ്രയേലിന് നേർക്കുനേരെ നിൽക്കാൻ കെൽപ്പില്ലാതെ തകർന്നടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഹമാസ്. പിന്നെയുള്ള ഒരു പിടിവള്ളിയാണ് ഹിസ്ബുള്ളകൾ. പിരികയറ്റി ഹിസ്ബുള്ളകളെ പരമാവധി ഇസ്രയേലിന് നേരെ തിരിച്ചു നിർത്താൻ തന്നെയായിരുന്നു ഇറാന്റെ പ്ലാൻ. പരമോന്നത നേതാവ് കണക്ക് കൂട്ടിയത് പക്ഷേ നടന്നില്ല. പല കാരണങ്ങൾ കൊണ്ട് ഹിസ്ബുള്ളകൾക്ക് ഈ യുദ്ധത്തിൽ നിന്ന് വെടിനിർത്തൽ ആവശ്യപ്പെട്ട് എങ്ങനെയെങ്കിലും ഒരു വെടിനിർത്തൽ സമാധാന ചർച്ചയ്ക്ക് ആരെങ്കിലും ഒന്ന് തയ്യാറായിരുന്നെങ്കിലെന്ന് കാത്തിരിക്കുകയായിരുന്നു ഹിസ്ബുള്ള. അങ്ങനെയാണ് ദൈവത്തെ പോലെ അമേരിക്കയും ഫ്രാൻസും രംഗത്ത് വരുന്നത്. അമേരിക്കയും ഫ്രാൻസും മുൻകൈയെടുത്താണ് ഇപ്പോഴത്തെ ഈ വെടിനിർത്തൽ കരാർ സാധ്യതകൾ ഉയർത്തിക്കൊണ്ടുവന്നത്. അതൊരു വലിയ അനുഗ്രഹമായി കണ്ട് ഉടൻ തന്നെ അവർ ഇതിന് സമ്മതം മൂളുകയായിരുന്നു. കാരണം ലെബനനിൽ ഹിസ്ബുള്ളകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഒന്ന്, ആയുധങ്ങളില്ല. വലിയ തോതിൽ ആയുധ ശേഖരങ്ങൾ ഇസ്രയേൽ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. ടണലുകളിലും മറ്റും സൂക്ഷിച്ചിരുന്ന എല്ലാ ആയുധങ്ങളും ഇസ്രയേൽ മിസൈൽ ആക്രമണത്തിൽ തകർന്ന് പോയിട്ടുണ്ട്. പിന്നെ ഒന്ന്, ഹിസ്ബുള്ളകളുടെ കുറവ്. അതായത് വലിയൊരു ശതമാനം ഹിസ്ബുള്ളകളെ ഇസ്രയേൽ കൊന്നൊടുക്കിയിട്ടുണ്ട്. പല ഗ്രാമങ്ങളിലും ഒളിച്ചിരുന്ന ഹിസ്ബുള്ളകളെ അവിടെ കയറിയാണ് ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഇതുകൂടാതെ ഏറ്റവും വലിയ പ്രഹരം ഇവരുടെ സാമ്പത്തിക നട്ടെല്ലൊടിച്ചു. അതായത് ലെബനനിലെ ബെയ്റൂട്ടിലും മറ്റ് തന്ത്രപ്രധാന സ്ഥലങ്ങളിലുമൊക്കെയായി ഹിസ്ബുള്ളകൾക്ക് ഫണ്ടിംഗ് നടത്തിക്കൊണ്ടിരുന്ന പല ബാങ്കിംഗ് ശൃംഖലകളും തകർത്ത് തരിപ്പണമാക്കി. കൃത്യതയോടെയുള്ള ടാർഗറ്റഡ് ആയിട്ടുള്ള അറ്റാക്കാണ് ലെബനനിൽ ഇസ്രയേൽ നടത്തിയത്. അങ്ങനെ ഹിസ്ബുള്ളകൾക്ക് വലിയ തോതിൽ പ്രഹരമേൽപ്പിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് വെടിനിർത്തലിന് തയ്യാറാകണേ എന്ന് കരഞ്ഞുകൊണ്ട് ഇപ്പോൾ ഓടി ഒളിച്ചിരിക്കുന്നത്. അതായത് വാലും ചുരുട്ടി ഓടി ഇസ്രയേലിനെ പേടിച്ച്. അതുകൊണ്ടാണല്ലോ അവർ പ്രഖ്യാപിച്ചത് ഞങ്ങൾ ലിറ്റാനി നദി കടന്ന് പോയിക്കൊള്ളാമെന്ന്. കാരണം ഈ ലിറ്റാനി നദി ഹിസ്ബുള്ളകളുടെ വലിയ ശക്തി കേന്ദ്രമായിരുന്നു. ഇവിടെ നിന്ന് ഹിസ്ബുള്ളകളെ പൂർണ്ണമായും ഒഴിപ്പിക്കുന്നതിനുള്ള നീക്കമായിരുന്നു ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് 3/4 ഭാഗവും വിജയിച്ചു കഴിഞ്ഞു എന്ന് വേണം പറയാൻ. ഇതൊക്കെയാണ്, അതായത് പൂർണ്ണമായും ഹിസ്ബുള്ളകൾ കീഴടങ്ങി എന്നുള്ള വാർത്ത പുറത്തു വന്നതോടെയാണ് ഇറാൻ ഞെട്ടിയത്. അതായത് ഇറാന്റെ അനുമതി ഇതിനുണ്ടായിരുന്നില്ല. ഈ യുദ്ധം തുടങ്ങിയത് മുതൽ ഇറാന്റെ വാക്കുകൾ കേട്ട് അതിനനുസരിച്ചായിരുന്നു ഹിസ്ബുള്ളകൾ പ്രവർത്തിച്ചിരുന്നത്. ഇറാന്റെ വാക്ക് കേട്ടതുകൊണ്ട് വലിയ നാശനഷ്ടങ്ങളാണ് ഹിസ്ബുള്ളകൾക്ക് സംഭവിച്ചത്. തലവൻ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടു. വലിയ രീതിയിൽ സാമ്പത്തിക നഷ്ടം, ആയുധ നഷ്ടം, ആൾ നഷ്ടം. അങ്ങനെ 8ന്റെ പണികൾ കിട്ടിയതോടെയാണ് ഇപ്പോൾ ഇറാനുമായി ചർച്ചയ്ക്കൊന്നും നിൽക്കാതെ സമാധാന ചർച്ചയ്ക്ക് ഹിസ്ബുള്ളകൾ തയ്യാറായത്.
ഇതോടെയാണ് ഹിസ്ബുള്ളകൾ ചതിച്ചു എന്ന വാദവുമായി ഇപ്പോൾ ടെഹ്റാൻ രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷേ മറ്റൊരു പ്രതിസന്ധി ഇപ്പോഴും ഉയർന്നിട്ടുണ്ട്. അതായത് ഹിസ്ബുള്ളകൾ തന്നെ ഇപ്പോൾ രണ്ടായി പിളർന്നു എന്നാണ് വിവരങ്ങൾ. ഒരു വിഭാഗം ഹിസ്ബുള്ളകൾ എത്രയും പെട്ടെന്ന് സമാധാന ചർച്ച വേണം, ഇവിടെ വെടിനിർത്തൽ കൊണ്ടുവരണം എന്നുള്ള ആവശ്യക്കാരായിരുന്നു. എന്നാൽ മറ്റൊരു വിഭാഗം, അതായത് ആയത്തുള്ള അലി ഖമനേയെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം ഈ സമാധാന ചർച്ചയ്ക്കും വെടിനിർത്തലിനും എതിരാണ്. ഈ കൂട്ടർ ഇപ്പോൾ ഖമനേയിക്കൊപ്പം ചേർന്നിട്ടുണ്ട്. അതായത് ഖമനേയി അവശനിലയിലാണെന്ന് പറയുന്നു. ഇതിപ്പോൾ ആയത്തുള്ള അലി ഖമനേയിയുടെ തീരുമാനമാണോ അതോ പുതിയ ആയത്തുള്ള മൊജിതബ ഖമേനിയുടെ നിർദ്ദേശമനുസരിച്ചാണോ ഇവർ പ്രവർത്തിക്കുന്നത് എന്നത് വ്യക്തമല്ല. പക്ഷേ ഇറാൻ പരമോന്നത നേതാവ് ഹിസ്ബുള്ളകൾക്കെതിരെ തിരിഞ്ഞു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത്. ഇസ്രയേലിന് വലിയ രീതിയിൽ ഭീഷണിയായി നിന്നിരുന്നത് ലിറ്റാനി നദിക്കരയിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളാണ്. അതും പൊളിച്ചുകൊണ്ട് ഞങ്ങൾ ഓടിക്കോളാം എന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ളകളിലെ ഒരു വിഭാഗം പറഞ്ഞിരിക്കുന്നത്. അതായത് നയിം കാസിം, പുതിയ ഹിസ്ബുള്ള തലവൻ, ഈ സമാധാന ചർച്ചയ്ക്ക് തയ്യാറായി. അദ്ദേഹത്തിന്റെ കൃത്യമായ അറിവോടെയും സമ്മതത്തോടെയുമാണ് സമാധാന ചർച്ചയും വെടിനിർത്തലും സാധ്യമായത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതോടുകൂടി ഇപ്പോൾ നയീം കാസിമിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ആയത്തുള്ള അലി ഖമനേയി. ലിറ്റാനി നദിക്കരയിലാണ് ഹിസ്ബുള്ളകളുടെ വലിയ ശക്തി കേന്ദ്രം എന്ന് പറഞ്ഞല്ലോ. ഇവിടെയാണ് ഹിസ്ബുള്ള ഭീകരവാദികളും അതോടൊപ്പം തന്നെ ഇവരുടെ വലിയ രീതിയിലുള്ള ആയുധപ്പുരകളും ഉണ്ടായിരുന്നത്. ഇവിടെ നിന്ന് ഇസ്രയേലിലേക്ക് ആക്രമണം നടത്താൻ ഈസിയായി സാധിക്കും. അതായത് ഏറ്റവും എളുപ്പത്തിൽ ആക്രമണം നടത്താൻ കഴിയുന്ന പ്രദേശമാണ് ഇവിടം. അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ ആക്രമണം തുടങ്ങിയത് മുതൽ ഇത് അവസാനിക്കണമെങ്കിൽ ലിറ്റാനി നദി കടന്ന് ഹിസ്ബുള്ളകൾ ഓടിക്കോണം എന്ന് പറഞ്ഞത്. തുടക്കത്തിലൊക്കെ ഇതിനൊന്നും സമ്മതിക്കാതെ വലിയ രീതിയിൽ വെല്ലുവിളിച്ച് നെതന്യാഹുവിനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്ന ഹിസ്ബുള്ളയ്ക്ക് ഒടുവിൽ ഇപ്പോൾ കീഴടങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് വാസ്തവം. പ്രധാനമായും ലബനീസ് ജനതയുടെ എതിർപ്പ് തന്നെയാണ് ഹിസ്ബുള്ളയെ തൽക്കാലത്തേക്ക് കീഴടങ്ങാൻ പ്രേരിപ്പിച്ചത്. കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്ന് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന മനോഹരമായ ഈ രാജ്യത്തെ ശ്മശാന ഭൂമിയാക്കിയതിന് പിന്നിൽ ഹിസ്ബുള്ള തീവ്രവാദികൾ തന്നെയാണ്. ഹമാസ് ഭീകരർ ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആയുധ സംഭരണ കേന്ദ്രങ്ങളാക്കി മാറ്റിയതുപോലെ ഹിസ്ബുള്ള വീടുകളാണ് ആയുധം സൂക്ഷിക്കാനായി ഉപയോഗിച്ചത്. വീടുകളിലെ തട്ടിൻപുറങ്ങളിൽ മിസൈലുകളും സ്വീകരണ മുറികളിൽ റോക്കറ്റുകളും ഇവർ സ്ഥാപിച്ചതിന്റെ ദൃശ്യങ്ങൾ ഇസ്രയേൽ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയ കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 അടുത്ത ദിവസം മുതൽ തന്നെ ഹിസ്ബുള്ളകൾ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രയേലിലേക്ക് നിരന്തരമായ ആക്രമണം നടത്തുകയായിരുന്നു. ഇസ്രയേലിന്റെ ഇനിയുള്ള ലക്ഷ്യം ഇറാൻ ആയിരിക്കും എന്നത് ഉറപ്പാണ്. ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ഹൂതി വിമതർക്കുമെല്ലാം ആയുധവും പണവും പരിശീലനവും എല്ലാം നൽകി സഹായിക്കുന്ന ഇറാനെ എങ്ങനെയെങ്കിലും തച്ച് തകർക്കണം എന്നത് തന്നെയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെയും മൊസാദ് തലവന്റെയും തീരുമാനം. എന്നാൽ ഹിസ്ബുള്ള ഇനി പ്രകോപനം സൃഷ്ടിച്ചാൽ ഇസ്രയേലിന് സ്വയം പ്രതിരോധം തീർക്കാം എന്നത് ഇക്കാര്യത്തിൽ ഏറെ സഹായകമാകുകയും ചെയ്യും. അമേരിക്കൻ പ്രസിഡന്റ് വെടിനിർത്തൽ കരാറിന് പൂർണ്ണ പിന്തുണ അറിയിച്ചപ്പോൾ ഹിസ്ബുള്ള നേതൃത്വം ആദ്യം വലിയ ഒരു ഷോയൊക്കെയാണ് ഇറക്കിയത്. എന്നാൽ ഒടുവിൽ അവരുടെയും ആവശ്യം അതുതന്നെ ആയതുകൊണ്ട് സമ്മതിച്ചു. വടക്കൻ അതിർത്തിയിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് അവരുടെ വീടുകളിലേക്ക് മടങ്ങിയെത്താൻ കരാർ വലിയ ആശ്വാസം എന്നാണ് ജോ ബൈഡൻ പ്രതികരിച്ചത്. ഈ കരാറിലൂടെ ഇനി തങ്ങൾക്ക് ഇറാനെ നേരിടുന്ന കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. അതായത് ഹിസ്ബുള്ളകൾ തലപൊക്കാതെ ഒരു മൂലയ്ക്കിരിക്കുമ്പോൾ ഇറാനുമായുള്ള ചില കണക്കുകൾ തീർക്കാൻ തന്നെയാണ് ഇസ്രയേൽ തീരുമാനിച്ചിരിക്കുന്നതെന്ന്. ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാക്കളെ വധിച്ചതിലൂടെയും അവരുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ തകർത്തതിലൂടെയും ലക്ഷ്യം പൂർത്തീകരിച്ചതായി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. വെടിനിർത്തൽ കരാർ ഹിസ്ബുള്ള ലംഘിച്ചാൽ പ്രതികരിക്കുമെന്ന് നെതന്യാഹു മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട്. യുദ്ധം തുടങ്ങിയത് ഹിസ്ബുള്ളയാണ്. യുദ്ധലക്ഷ്യങ്ങളിൽ പലതും ഞങ്ങൾ കൈവരിച്ചു. അവരുമായുള്ള സംഘർഷത്തിനിടെ വടക്കൻ ഇസ്രയേലിൽ നിന്ന് കുടിയിറക്കപ്പെട്ട ഇസ്രയേൽ ജനതയെ അവരുടെ വീടുകളിലേക്ക് തിരിച്ചെത്തിക്കും എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗാസയിലെ ഹമാസിനെതിരായ യുദ്ധത്തെ കരാർ ബാധിക്കില്ല എന്നും നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. അതായത് ഹിസ്ബുള്ളയുമായുള്ള താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണിതെന്നും പക്ഷേ ഗാസയിൽ തങ്ങൾ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നെതന്യാഹു വ്യക്തമാക്കുന്നത്. ഇറാൻ ഭയക്കുന്നത് ഇതാണ്. അതായത് ഇസ്രയേൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരുന്നത് ഹമാസിനെയും ഹിസ്ബുള്ളകളെയും ഇറാഖിലെയും സിറിയയിലെയും സായുധ സംഘങ്ങളെയൊക്കെ നേരിടുന്നതിന് വേണ്ടിയാണ്. ഈ ലെബനനുമായുള്ള കരാറിൽ ഇസ്രയേൽ ഇപ്പോൾ
ഒന്ന് ഒതുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ടത് ഇറാനാണ്. ഇറാന് വലിയ അടിയാണ് കിട്ടാൻ പോകുന്നത്. ഇറാൻ തല പൊക്കിയാൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ മാത്രം ആക്രമിച്ചാൽ മതി ഇനി ബെഞ്ചമിൻ നെതന്യാഹുവിന്. ഇറാൻ ഭയക്കുന്നതും അതുതന്നെയാണ്. അതായത് ഹിസ്ബുള്ളകളെയും ഹമാസിനെയും അമർച്ച ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഇസ്രയേൽ ഇനി തങ്ങൾക്ക് നേരെ തിരിയുമോ എന്നുള്ളതാണ് ഖമനേയിയെ പേടിപ്പിക്കുന്ന വസ്തുത. അതുകൊണ്ടാണിപ്പോൾ ഖമനേയി ഹിസ്ബുള്ളകൾ തങ്ങളെ ചതിച്ചു എന്നുള്ള പ്രഖ്യാപനത്തോടെ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ ട്രിപ്പിൾ-എച്ചും ഇറാഖിലെയും സിറിയയിലെ സായുധ സംഘങ്ങളും ഒക്കെ ചേർന്നതാണ് ഇറാന്റെ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട്. തങ്ങളുടെ ശത്രുക്കൾക്ക് നേരെ, അതായത് ഇറാന്റെ ശത്രുക്കൾക്ക് നേരെ ഒരാക്രമണം നടത്തണമെങ്കിൽ ഇറാൻ പുറത്തിറക്കുന്നത് ഈ സംഘങ്ങളെയൊക്കെയാണ്. നേരിട്ട് ഒരു യുദ്ധത്തിലേക്ക് വരില്ല, പകരം പിന്നിൽ നിന്നുള്ള അടിയാണ് ഇറാൻ നടത്തുന്നത്. എന്നാൽ ഇസ്രയേൽ ആകട്ടെ മുന്നിൽ നിന്ന് തന്നെ ഇറാൻ ഇട്ട് പണി കൊടുക്കാൻ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്.